നമ്മുടെ ഗുരുവായൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ KP ഉദയനാണ് ഇന്ന് നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പങ്കുവയ്ക്കാനായിട്ട് ജിസയോടൊപ്പം പ്രേക്ഷകരോടൊപ്പം പങ്കുചേരുന്നത്. നമസ്കാരം ശ്രീ KP ഉദയൻ. നമസ്കാരം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF ഭരണം പിടിക്കും എന്നാണ് UDF അവകാശപ്പെടുന്നത്. 2000 ജനുവരി 2 പ്രൊഫസർ PK ശാന്തകുമാരി രാജിവെച്ച് ഇറങ്ങിയ ശേഷം പിന്നീട് കോൺഗ്രസിനൊരു തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. 2015 ഒരു കപ്പിനും ചുണ്ടിനും ഇടയിലേക്ക് വന്ന ഒരു ഘട്ടം ഒഴിച്ച് ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത്തവണ തിരിച്ചു വരുമെന്ന്. പക്ഷെ അത് സംഭവിച്ചില്ല. പക്ഷെ ഇത്തവണ തിരിച്ചു വരും എന്ന് നിങ്ങൾ തറപ്പിച്ച് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങൾ നിരത്താനുള്ളത്? UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അത് ഗുരുവായൂരിലെ ജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ കണ്ടും കേട്ടും ഉള്ള അനുഭവത്തിലാണ്. 5 വർഷം ഞാൻ പാർലമെന്ററി പാർട്ടി ലീഡറായി ഗുരുവായൂർ നഗരസഭയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ മുഴുവൻ ഗുരുവായൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, മുഴുവൻ വാർഡുകളിലും ഗുരുവായൂരിലെ ജനങ്ങളുമായി നേരിൽ കാണുവാനും അവരുമായി സംവദിക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും ഒക്കെ കഴിഞ്ഞ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ചുമതലപ്പെടുത്തിയ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അതിനേക്കാൾ ഉപരി ഗുരുവായൂരിലെ ഒരു രാഷ്ട്രീയ സമകാലീന പ്രാധാന്യം എന്ന നിലയ്ക്കും ഒക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDFും കോൺഗ്രസും. ലിജി നേരത്തെ സൂചിപ്പിച്ചു, 2000 ജനുവരി 2 അവിശ്വാസത്തിലൂടെ ശാന്തകുമാരി ടീച്ചറെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും പുറത്താക്കിയെന്ന് പറഞ്ഞു. 95 ആദ്യമായി ഗുരുവായൂർ നഗരസഭ തെരഞ്ഞെടുപ്പിലൂടെ നേരിട്ടപ്പോൾ വലിയ ഭീമമായ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അന്ന് കോൺഗ്രസും UDFും അധികാരത്തിൽ വന്നത്. അതിനുശേഷം 2000 നടന്ന തെരഞ്ഞെടുപ്പ് പരിശോധിക്കും. CPMും ഇടതുപക്ഷവും ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 2005 തെരഞ്ഞെടുപ്പ് പരിശോധിക്കും. ഏത് രീതിയിലാണ് CPMും UDFും ഭൂരിപക്ഷത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം 2010ഉം 2015ഉം പരിശോധിച്ചാലും നമുക്കത് കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയും. 2020 ചിത്രം അതൊക്കെ തന്നെയാണ്. എന്നിട്ടും 2000 2005 വലിയ മുന്നേറ്റം കോൺഗ്രസിനും UDFിനും ഈ നഗരസഭയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഭരണത്തിലെത്താൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്നാലും 2010 നടന്ന തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാണെന്നുള്ളത് പ്രിയ സുഹൃത്തിന് അറിയാം. 2015 21 20 1-1 എന്ന രീതിയിലേക്ക് എത്തിയ സാഹചര്യവും എന്താണെന്ന് ലിജിക്കറിയാം. കഴിഞ്ഞ തവണ കുറച്ച് എണ്ണത്തിൽ ഞങ്ങൾ കുറഞ്ഞു പോയി എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വലിയ പോരാട്ടത്തിലൂടെ തിരിച്ചു വരാൻ ഗുരുവായൂർ നഗരസഭയിൽ UDFിനും കോൺഗ്രസിനും കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് വെറുതെ ചുമ്മാ വിശ്വസിക്കുന്നതല്ല. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായിട്ടുള്ള പ്രവർത്തന മേഖല ഒന്ന് ശ്രദ്ധിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയവും ഇടതുപക്ഷത്തിന്റെ വാർഡ് നിർണയ കമ്മിറ്റികളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ റിബലുകളും അവരുടെ വിമതന്മാരും എല്ലാം ഒന്ന് പരിശോധിക്കും. ഇപ്പുറത്ത് അതേപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ പക്ഷവും ഒന്ന് പരിശോധിക്കും. എവിടെയാണ് ഇത് മുഴച്ചു നിൽക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഒരു കാലത്തുമില്ലാത്തത്രയും ഇന്ന് വരെ, ഒരുപക്ഷെ 95 ശേഷം ഗുരുവായൂരിലെ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഗുരുവായൂരിലെ ഇടതുപക്ഷത്തിന് അധികാരം ലഭിച്ചിരുന്ന ഒരു വിഷയം. ഞാനതിനെ വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ്, വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഞാൻ അതിനെ ഓർക്കാനും ശ്രമിക്കുന്നത് ഇപ്പോഴും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നോക്കും, ഒറ്റപ്പെട്ട സംഭവമല്ലാതെ 46 വാർഡിലും ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള ഒരു പിന്തുണ ഗുരുവായൂരിലെ ജനങ്ങൾ നൽകും എന്നൊരു വിശ്വാസത്തോടു കൂടി വെച്ചിട്ടുള്ള സന്ദേശമാണ്. മറിച്ച് അപ്പുറത്തെ വിഷയങ്ങൾ നമ്മൾ നോക്കും. പല വാർഡിലും മുൻകാലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികളായിരുന്നവർ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നു, സ്വതന്ത്ര പരിവേഷം കെട്ടി നിൽക്കുന്നു. CPMന്റെ ഉറച്ച കേന്ദ്രങ്ങളിൽ അവരുടെ ഉറച്ച സഖാക്കൾ, അവർക്ക് വേണ്ടി രാവും പകലും കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചിരുന്ന നൂറുകണക്കിന് പ്രവർത്തകരാണ്. പേരെടുത്ത് പറയാവുന്നത് ചില കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിയിട്ടുണ്ടാവുക എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഈ പ്രാദേശികമായി നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി, ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയ്ക്ക് ഞാനുമായി ബന്ധപ്പെട്ടവരും ഞാൻ ഇടപെട്ട് സംസാരിച്ചവരും ഒക്കെ
നൂറുകണക്കിന് പ്രവർത്തകരാണ്. അത് CPM-ഉം ഇടതുപക്ഷവും ഈ 11-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞ് 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് അവർക്ക് ബോധ്യമാവും. അവരുടെ കാലിനടിയിലെ മണ്ണ്, ഗുരുവായൂർ നഗരസഭാ പ്രദേശത്ത് CPM-ന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലും അറിയാതെ അവർ അധികാരത്തിൽ ഭ്രമിച്ചിരുന്ന 25 വർഷത്തിനുള്ള ഒരു താക്കീതാവും ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിക്കും CPM-നും നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമല്ല. കാരണം 2 തവണ കോൺഗ്രസിന്റെ മെമ്പറും മറ്റേ പഞ്ചായത്ത് മെമ്പറും കൗൺസിലറും ഒക്കെ ആയിട്ടുള്ള PS രാജൻ റിബലായിട്ട് മത്സരിക്കുന്നു. 3 തവണ കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള AT ഹംസ പാർട്ടി ചിഹ്നത്തിൽ CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ കോൺഗ്രസ് മുക്തമല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDF പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ കോൺഗ്രസിനുമുണ്ട്. ഇതെങ്ങനെയാണ് ഒരു വ്യത്യാസം എന്താ പറയാൻ? നിങ്ങൾ 10-ാം വാർഡില് PS രാജന്റെ കാര്യം പറഞ്ഞത് ശരി. AT ഹംസ നിങ്ങൾ പറഞ്ഞതിനുമായിട്ട് 1% പോലും യോജിപ്പില്ല. AT ഹംസ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലല്ലോ പോയിട്ടുള്ളത്. AT ഹംസയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം 2020 തെരഞ്ഞെടുപ്പിൽ AT ഹംസ എന്ന് പറയുന്ന സ്വാർത്ഥമോഹിയായ ഒരു ആൾക്ക് 4-ാമത്തെ തവണയും സീറ്റ് കൊടുത്തില്ല എന്ന കാരണം കൊണ്ടാണ് ഹംസ പാർട്ടി വിട്ടുപോയത്. ആ തെരഞ്ഞെടുപ്പിലും ഹംസ UDF-നെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വാർഡിൽ ഞങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പാർട്ടി അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടിയുടെ ഭാഗമായിട്ട് ഹംസ പുറത്തു പോയിട്ടുള്ളതാ. കോൺഗ്രസിനോട് ഹംസ അപ്പുറത്തുള്ള ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അതിനെ കാണരുത്. അത് കാണുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 10-ാം വാർഡിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് UDF എപ്പോഴും ഘടകകക്ഷികളെ ചേർത്ത് നിർത്തുന്ന കക്ഷിയാണ്, രാഷ്ട്രീയ നേതൃത്വമാണ്. ഇടതുപക്ഷത്തിലെ CPM കാണിക്കുന്നത് പോലെ ഒരു വലിയേറ്റൻ മനോഭാവം കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഐക്യജനാധിപത്യ മുന്നണിയിൽ ഒരു കാലത്തും കാണിച്ചിട്ടില്ല. അത് വളരെ മാന്യമായി സൗമ്യമായി എല്ലാവിധ മര്യാദകളും പാലിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിക്കുന്ന തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഗുരുവായൂരിലെ UDF-ന്റെ ഘടകകക്ഷിക്ക് കാലങ്ങളായി ലഭിക്കാറുള്ള സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ 3 സീറ്റ് ഗുരുവായൂർ നഗരസഭയിൽ വർദ്ധിച്ചപ്പോൾ പോലും അവര് ഒരു സീറ്റ് പോലും കൂടുതലായി കോൺഗ്രസ് കയ്യിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ നിലവിലെ സീറ്റ് അവർക്ക് അവകാശപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ജില്ലാ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ പ്രാദേശികമായിട്ടുള്ള ചില താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. ജില്ലാ തലത്തിനും സംസ്ഥാന തലത്തിലേക്കും ആ ചർച്ച നീണ്ടു. സംസ്ഥാന തലത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട്, സീറ്റ് ഭാഗം വെപ്പുമായി ബന്ധപ്പെട്ട്, വാർഡ് ഭാഗം വെപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സ്വാഭാവികമായിട്ടും അവർ കഴിഞ്ഞ തവണ, ഈ തവണ അവർ 3 ജനറൽ സീറ്റിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഗുരുവായൂർ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ 3-ൽ 2ഉം വനിതാ സീറ്റായപ്പോഴും അവർ മത്സരിച്ചതാണ്. അവരന്ന് ജനറൽ സീറ്റ് വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്തവണ അവർക്ക് ജനറൽ സീറ്റുകൾ കിട്ടുമ്പോൾ അത് കോൺഗ്രസിന് വേണം എന്ന് പറഞ്ഞ് ഒരു CPM-ന്റെ രീതിയോ CPM-ന്റെ സ്വഭാവമോ കാണിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ജനാധിപത്യ മര്യാദ ഉള്ളിടത്തോളം കാലം കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ ഘടകകക്ഷികളെ ചേർത്ത് നിർത്തുന്ന സമീപനമാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ടായത്. ചെറിയ പ്രയാസങ്ങൾ അവിടെ നേരിട്ടേക്കാം, എങ്കിൽ പോലും ആ പ്രദേശത്തെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആ മികച്ച സ്ഥാനാർത്ഥിയെ 5 വർഷം കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ മുൻ പ്രദേശങ്ങളിലും നഗരസഭയ്ക്കകത്തും UDF സംവിധാനത്തിലുമൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച KM മെഹറൂഫിനെ അവിടെ ജനം തിരഞ്ഞെടുക്കും. വലിയ ഭൂരിപക്ഷത്തിൽ ജനം തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നിങ്ങൾ അപ്പുറത്തെ പക്ഷം നോക്കൂ, ഇടതുപക്ഷത്തിന്റെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കൂ. CPIയുടെ സീറ്റിൽ CPIക്ക് സ്വതന്ത്രമായിട്ടൊരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. CPIയുടെ ഏത് സീറ്റിലാ? CPIയുടെ സീറ്റിൽ പോലും CPM പറയും ഇന്നാളെ നിർത്തണം, നിങ്ങൾ ഇന്നാളെ നിർത്തിക്കോ. CPM സംഭാവന കൊടുക്കുക. ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന മുൻ വാർഡിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി വന്ന ആള് ആ വാർഡ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ CPIക്കാണെന്ന് പറഞ്ഞു കേട്ടു. CPIക്ക് ആയപ്പോഴും ആ സ്ഥാനാർത്ഥി തന്നെ. അനീഷ്മ ഷാനാജി എനിക്കും താങ്കൾക്കും ഒക്കെ വളരെ അടുത്ത സുഹൃത്തും സഹോദരിയുമായിട്ടുള്ള ആളാണ്. ഗുരുവായൂർ നഗരസഭയുടെ നിലവിലെ ഉപാധ്യക്ഷയാണ്. അനീഷ്മ ഷാനാജി മത്സരിക്കുന്ന വാർഡിൽ, ആ വാർഡിൽ എന്തിന്റെ പേരിലാണ് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അവിടെ റിബലായി മത്സരിക്കുന്നത്? ഞാൻ അതിനെ റിബൽ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് റിബൽ എന്ന് വിളിക്കാൻ കഴിയില്ല. CPM-ന്റെ
മൗനാനുവാദത്തോടു കൂടി CPIയെ തകർക്കാൻ വേണ്ടി ആ വാർഡിൽ CPM നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ആ റിബൽ എന്ന് പറയുന്ന പരിവേഷം കെട്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥി. അവരുടെ 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ പുറത്താക്കി കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഈ പുറത്താക്കലൊക്കെ നമ്മൾ കുറെ കണ്ടതാ. ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പൂക്കോട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നൊക്കെ എത്ര ആളുകളെ ഈ പാർട്ടിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പല സൊസൈറ്റികളിൽ നടന്ന അന്യായമായ പിരിവുകളുടെ അടിസ്ഥാനത്തിൽ, ഗുരുവായൂർ ദേവസ്വം പോലെയുള്ള സാമ്പത്തിക സൊസൈറ്റി പോലുള്ള ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു പയ്യനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇവരൊക്കെ ഇന്ന് ആ പാർട്ടിയുടെ ചുമതലകളിൽ പഴയ വീഞ്ഞൊരു പുതിയ കുപ്പിയിലാക്കി ഇവരെ അവതരിപ്പിക്കുന്നു. അത്രമാത്രമേ അതിലുള്ളൂ. അവരുടെ പാർട്ടിയിലെ നടപടിയൊക്കെ എത്രത്തോളം പ്രസക്തമാണ്, എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് പൊതുജനം കാണുന്നുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ശ്രദ്ധപ്പെടുത്താനുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പോളി ഫ്രാൻസിസ് ഇത്തവണ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അത് കോൺഗ്രസിന് പോയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അത് കോൺഗ്രസിന്റെ നഷ്ടമല്ല. അല്ല, അങ്ങനെ പറയുമ്പോൾ എത്രമാത്രം സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ലിജി? ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല ഈ വിഷയത്തിൽ. ഈ സമയത്ത് പോളി എന്ന് പറയുന്നത് ഗുരുവായൂരിലെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അദ്ദേഹം എത്രയോ മുമ്പ് ഈ പാർട്ടി വിട്ടിട്ട് പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും ഒക്കെ അദ്ദേഹം ഇതിനു മുമ്പ് പാർട്ടി വിട്ട് പോയിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണോ? നേരത്തെ AT അംസയുടെ കാര്യം ചോദിച്ച പോലെ. അങ്ങനെയാണെങ്കിൽ BJPയുടെ വിമതനായി മത്സരിക്കുന്ന KK സുമേഷ് കുമാർ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ അല്ലായിരുന്നു 2005-2010 കാലഘട്ടത്തിൽ? DICയുടെ കൗൺസിലർ അല്ലായിരുന്നു. അപ്പൊ അവര് അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ടതാണ്. BJPയിലേക്കല്ലേ പോയി? BJPയിൽ നിന്ന് പിന്നെ ഇപ്പോ BJPയിൽ നിന്നും പുറത്താക്കിയ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കും BJP കേരള കോൺഗ്രസ് ബിയിലേക്ക്. ഏതൊക്കെയോ പോയിട്ടുണ്ട്. കുറെ പാർട്ടിയിലേക്ക് മാറുന്ന കാരണം നമുക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ആക്ഷേപം, ഒരു ആരോപണം വരുന്നത് കോലി വിസയ്ക്കും വീണ്ടും വരുന്നു, വെൽഫെയർ പാർട്ടിയുമായിട്ട് ചില മണ്ഡലങ്ങളിലെ വാർഡുകളിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ ആരോപണമുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തകരും ഗുരുവായൂരിലെ ഒരു മതേതര ജനാധിപത്യ വിശ്വാസിയും ഇന്ന് വരെ എന്നോടോ എന്നെ പോലെ ഉത്തരവാദിത്തപ്പെട്ട UDFന്റെയോ കോൺഗ്രസിന്റെയോ നേതാക്കന്മാരുടെ ശ്രദ്ധയിലേക്ക് ഈ ചോദ്യവുമായി ആരും ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇപ്പോൾ ഇത് ആദ്യമായി ചോദിക്കുന്നത്. ഒരാള് ഗുരുവായൂരിലെ ചില അനാവശ്യങ്ങളൊക്കെ എഴുതി കൂട്ടുന്ന ഒരാളുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇത് കണ്ടിരിക്കുന്നത്. എനിക്കും അദ്ദേഹം ഇത് അയച്ചിരുന്നു. ഇന്നൊരു പാർട്ടി, നാളെ വേറൊരു പാർട്ടി, മറ്റന്നാൾ വേറൊരു പാർട്ടിയായി നടക്കുന്ന ഒരാളാണ് ആ ചോദ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ അദ്ദേഹം CPMനെയും BJPയെയും എന്താ എഴുതുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് ആ രീതിയിൽ അതിനെ കാണേണ്ടതുള്ളൂ. അതിന് അത്രമാത്രം ജനം ഗുരുവായൂരിലെ അതൊന്നും മറുപടി അറിയിക്കുന്നില്ല. വെറുതെ നമ്മൾ അതിനുവേണ്ടി സമയം കളഞ്ഞിട്ടില്ല. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ ഇന്ത്യ രാജ്യത്ത് ഈ ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ അത് ബഹുമാന്യനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി മുതൽ ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റ് വരെയുള്ളവർ ആ രീതിയിൽ തന്നെയായിരുന്നു. അത് ആ ആശയത്തിൽ നിന്നും മാറാൻ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നിന്നും ഒരു കടുക് മണിക്ക് പോലും വ്യതിചലിച്ചു പോവാൻ ഒരാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ UDFന്റെയോ തയ്യാറാവില്ല. ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഗുരുവായൂരിലെ ജനത തിരിച്ചറിയും. എന്നാൽ അപ്പുറത്ത് ചില കൂട്ടുകെട്ടുകൾ തെളിഞ്ഞു വരുന്നതായി ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. അത് വരും നാളുകളിൽ അതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ഞങ്ങൾ ഗുരുവായൂരിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നതായിരിക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണ മുൻകൂട്ടി കാണിക്കുന്നത് ആ സ്ഥലത്തെ തെരഞ്ഞെടുപ്പ് ഭരണപരാജയങ്ങളാണ്. കഴിഞ്ഞ ഗുരുവായൂർ നഗരസഭ ഭരണം ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ, ചെയർമാൻ പറഞ്ഞനുസരിച്ച് 12ഓളം അംഗീകാരങ്ങൾ, 1 കോടിയിലധികമുള്ള സമ്മാന തുക ഒക്കെ ലഭിച്ച ഒരു ഭരണസമിതിയാണ്. അതിനെല്ലാം സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരമൊന്നുമല്ല, ദേശീയ പുരസ്കാരങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരമാണെങ്കിൽ തന്നെ ഇതെല്ലാം ഗുരുവായൂരിന് കൊടുക്കണമെന്നില്ല. ചാവക്കാടിന് കൊടുക്കാം, കുന്നമംഗലത്തിന് കൊടുക്കാം, LDF ഭരിക്കുന്ന വേറെ ഏതെങ്കിലും നഗരസഭയ്ക്ക് കൊടുക്കാം. ഇത്തരത്തിലൊരു അംഗീകാരം നേടിയ ഒരു നഗരസഭയായിട്ട് ഒരു ഏറ്റുമുട്ടുമ്പോൾ എന്താണ് ഈ ഭരണപരാജയമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഏറ്റുമുട്ടുമ്പോൾ എന്തോ ഭയപ്പാടുണ്ടെന്നാണ് ലിജി ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് ഗുരുവായൂരിലെ ജനതയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ആ യാഥാർത്ഥ്യം മുൻനിർത്തി അതിനെ ഉയർത്തി കാണിച്ച് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ കൃത്യമായി അതിന്റെ മുന്നേറ്റം ഗുരുവായൂരിന്റെ മുഴുവൻ വാർഡിലും 46 വാർഡിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മുന്നോട്ട് വളരെ ശക്തമായി പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പിന്തുണ ഗുരുവായൂർ നഗരസഭാ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാം, 25
നിങ്ങൾ ഈ ഇത്രയും ചെറിയ വർഷം എന്നുള്ള രീതിയിൽ അതിനെ കാണരുത്. ഒരു ടേമോ 2 ടേമോ അല്ല, 25 വർഷത്തെ ഒരു വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെറുതാക്കി കാണിക്കല്ലേ അവരങ്ങനെ ചെറുതാക്കി കാണിക്കുന്ന എനിക്കും വലിയ താല്പര്യക്കുറവുണ്ട്. 25 വർഷമാണ് അവരുടെ ഭരണനേട്ടങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. 25 വർഷം കൊണ്ട് ഈ നഗരസഭയ്ക്കകത്ത് എന്ത് വികസനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു മിടുക്കനായിട്ടുള്ള ഭരണാധികാരി, ഒരു മിടുക്കനായിട്ടുള്ള പാർലമെന്ററി പാർട്ടി ലീഡറുടെ കയ്യിൽ ഈ ഭരണം കിട്ടിയാൽ 5 വർഷം കൊണ്ട് ചെയ്യാവുന്നത് ഇവർക്ക് 25 വർഷം കൊണ്ട് ചെയ്തിട്ടില്ലല്ലോ. 95 മുതൽ 2000 വരെ ഗുരുവായൂർ നഗരസഭ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം, ഇന്ന് ശാന്തകുമാരി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ചെയർപേഴ്സണായിരുന്നു ഗുരുവായൂർ നഗരസഭയിൽ. അന്ന് തുടങ്ങി വെച്ച സ്ട്രക്ചർ വർക്കുകളല്ലാതെ, അന്ന് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളല്ലാതെ എന്താണ് ഇവർക്കൊരു നേട്ടം ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ഇന്ദിരാഗാന്ധി ടൗൺ ഹാള്, കുട്ടികൃഷ്ണന്റെ പേരിലുള്ള ആ ഷോപ്പിംഗ് മാള്, ഗുരുവായൂരിലെ എത്രയോ റോഡുകൾ, അത് 95-ൽ തുടങ്ങിയതാണ്. 2010-ൽ വിശാല ഗുരുവായൂർ നഗരസഭയായപ്പോൾ പൂക്കോട് പ്രദേശത്തും തൈക്കാട് പ്രദേശത്തും അന്നത്തെ അവിടുത്തെ UDF ഭരണ സംവിധാനങ്ങൾ ചെയ്ത് തുടക്കം കുറിച്ച ആ ഭഗത് സിംഗ് ഗ്രൗണ്ട് അടക്കം ആ ഗ്രൗണ്ടൊക്കെ ഇപ്പോ ഒരു വസ്തുവിനും കൊള്ളാത്ത രീതിയിലാക്കി മാറ്റിയില്ലേ. 50 മീറ്ററിന്റെ ട്രാക്ക് കിട്ടുന്നു. ഞാനും ലിജിയും നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളല്ലേ. ലിജി പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ സ്പോർട്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സ്റ്റേഷൻ ഗ്രൗണ്ടിലൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെയാണ് സ്പോർട്സ് ചെയ്തിരുന്നത് ലിജിക്ക് അറിയാമല്ലോ. 50 മീറ്ററിന്റെ ഒരു ട്രാക്കാണ്, അത് 4 ആൾക്ക് ഓടാനുള്ളത് ഇഷ്ട. എത്ര ബാലിശമാണ് ഇവരുടെ വികസന കാഴ്ചപ്പാട്. ഇതാണോ? ഞാൻ ചെറിയ ഉദാഹരണമാണ് പറയുന്നത്. ഇവർ ആ കുന്നംകുളത്ത് സീനിയർ ഗ്രൗണ്ട് കേരള സ്റ്റേറ്റ് സ്പോർട്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ള വർക്കുണ്ട്. ഞാൻ നിരന്തരം ഇവരോടൊക്കെ ആവശ്യപ്പെടാറില്ല. ഇവർ ഗുരുവായൂരിലെ മുഴുവൻ കായിക മേഖലയിലും കടക്കി കത്തിവെക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ഭരണാധികാരികൾ ചെയ്തു കൂട്ടിയത്. എല്ലാ ഗ്രൗണ്ടുകളും, പൂക്കോട് ഗ്രൗണ്ട്, ചാവക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ട്, ഒരു ടർഫ് ഗ്രൗണ്ട് അങ്ങനെ തീരുമാനിച്ചിട്ട് അത് വലിയ കേമത്താണെന്ന് പറഞ്ഞ് നടക്കുക. ഇവർ ആരോടാണ് ഈ പറയുന്നത്? കായിക മേഖലയിൽ എന്തെങ്കിലും ഒരു ചെറിയ വിവരമോ അറിവോ ഉള്ള ആളുകൾ അതിനെ അംഗീകരിക്കും. ഒരു സ്കൂളിലെ ചാവക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ചാവക്കാട് സബ് ജില്ലയിലെ കായിക മേഖലയിൽ ഏത് കാലത്തും തിളക്കമാർന്ന വിജയങ്ങൾ നേടിയെടുത്തിരുന്ന ഒരു സ്കൂളാണ്. അത് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ചാവക്കാട് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ കായിക മേഖലയ്ക്ക് അവർക്കൊരു മികവുണ്ടായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക്. കാരണം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഹൈസ്കൂളിന് അന്ന് അത് ഉണ്ടായിരുന്നില്ല. പൂഴി മൈതാനായിരുന്നു. കുറെ പൂഴികൾ കുന്നുകൂടുന്ന കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ഇന്ന് മറ്റൊരു കായിക മേഖലയ്ക്കും ഉപകരിക്കാൻ പറ്റാത്ത രീതിയിൽ, എന്നിട്ട് ഇപ്പൊ ഞാൻ അതിന് വിയോജനക്കുറിപ്പ് കൊടുത്തു. ഞാൻ എല്ലാ അധികാരികൾക്കും ഞാൻ അതിന്റെ പരാതി അയച്ചപ്പോൾ എനിക്ക് അവിടുന്ന് വന്നിട്ടുള്ള മറുപടി എന്താ പറയുക, നഗരസഭാ ചെയർമാനും അവിടുത്തെ ഹെഡ് മിസ്ട്രസും പറഞ്ഞു അവിടെ കുട്ടികൾക്ക് വേണ്ട ട്രാക്ക് ആൻഡ് ഫീൽഡ് പ്രാക്ടീസിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന്. അവിടെ ഇനി എവിടെ ഒരുക്കാനാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ്? ഗ്രൗണ്ടിൽ അത്ലറ്റിക്സിന്റെ ട്രാക്ക് എന്ന് പറയുന്നത് 400 മീറ്ററിന്റെ ട്രാക്ക് വേണം, 200 മീറ്റർ അല്ല. സ്റ്റേഷൻ ഹൈസ്കൂളിൽ 200 മീറ്ററിന്റെ ട്രാക്ക് മാത്രമാണ് ഒപ്പിക്കാൻ പറ്റും. 100 മീറ്ററിന്റെ ട്രാക്ക് പോലും അവിടെ കറക്റ്റായിട്ട് ഇടാൻ സ്ഥലപരിമിതിയുണ്ട്. ചാവക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇതെല്ലാം ചെയ്യാമായിരുന്നു. ഒരു വീക്ഷണമില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മ, അതിനപ്പുറം ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യം, ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അപ്പുറം ആരുടെയോ സ്വാർത്ഥ താല്പര്യം അത് ആ രീതിയിലാക്കി മാറ്റണമെന്ന വികലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തില. ഇതാണോ ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ട വികസനം? 25 വർഷത്തെ വികസനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം? ഈ നഗരം ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കുന്നത് നമ്മളൊക്കെ തന്നെ കാണുന്നത്. ശബരിമല മണ്ഡലകാല സീസണിൽ ഇപ്പോൾ നടക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നല്ലോ. റോഡിന്റെ ഏത് ഭാഗത്താ സ്വാമികളും ഇവിടെ വരുന്ന നാടോടികളായിട്ടുള്ള ആളുകളും മലമൂത്ര വിസർജനം നടത്താത്തത്? വെളിയുടെ വിസർജമില്ലാത്ത നഗരസഭ അവാർഡ് വാങ്ങിയതാ, ഒരു അവാർഡാട്ടാ. ഇനി ഇവര് പറയുന്ന ഈ അവാർഡ് ലിജിക്ക് ഓർമ്മയില്ലാതിരിക്കേണ്ട 1,26,12,500 രൂപയാണ് അതിന്റെ സംഖ്യ എന്നാണ് ചെയർമാൻ പറഞ്ഞൊരു അറിവ്. 1,25,00,000-ലധികം രൂപ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കണക്കൂട്ടുക. കിട്ടട്ടെ. 1 രൂപ നഗരസഭയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ലിജിക്ക് അതിന് ആധികാരികമായിട്ടുള്ള വല്ല അറിവും കിട്ടിയിട്ടുണ്ടോ? 1 രൂപ ഗുരുവായൂർ നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് ഈ പുരസ്കാര ഫണ്ട് എന്ന രീതിയിൽ നഗരസഭയ്ക്ക് എത്തിയതായിട്ട് എനിക്കറിവില്ല. ഇനി രഹസ്യമായി ആരെങ്കിലും വലുതും കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇല്ല എന്ന് പറയാൻ ഞാൻ കാരണം 2020 ഞാൻ മുൻകാലങ്ങളിലൊക്കെ ജനപ്രതിനിധിയാവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ പാർട്ടി എനിക്ക് അതിന് അവസരം തന്നിട്ടുള്ള ആളാണ്.
2020 ഈ കൗൺസിൽ അധികാരത്തിൽ കയറുമ്പോൾ ഒരു വാർഡിലേക്ക് 7 ലക്ഷം രൂപ ഓൺ ഫണ്ട് ഉണ്ടായിരുന്നു വാർഡ് വികസനത്തിന് വേണ്ടി. ഇപ്പം ഞങ്ങൾ ഇറങ്ങി പോരാൻ നേരത്തെ ഈ വർഷം ലഭിച്ച സംഖ്യ എന്ന് പറയുന്നത് 2,60,000 രൂപയാണ് ഒരു വാർഡിലേക്ക്. 2,50,000, 60, 75 തുടങ്ങിയിട്ടുള്ള സംഖ്യകളാണ്. എന്താ ഇത് കഴിയുക? ഏതെങ്കിലും റോഡിൽ അപ്പം നമുക്കിപ്പോൾ ഈ ടൗൺ പ്രദേശത്തെ റോഡുകളൊക്കെ അതാത് കാലങ്ങളിൽ നന്നാക്കി പോകുന്നത് കൊണ്ട് വലിയ തരക്കേടില്ല എന്ന് പറയാം. ഇവരിത് കാണിച്ചിട്ടാണ് ഇവർ ഈ PR വർക്ക് മുഴുവൻ ചെയ്യുന്നത്. പൂക്കോട് മേഖലയിൽ പ്രാന്തപ്രദേശങ്ങളിലെ റോഡ്, തൈക്കാട് മേഖലയിൽ എത്ര എന്തെന്നാ പറയുക, അത്രയും ദുരിതമാണ് ഗുരുവായൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. വലിയ തോട് പ്രശ്നം, കുടിവെള്ള പ്രശ്നം, വലിയ തോട്ടിലൊക്കെ മാലിന്യം. ഇവര് എന്ത് PR വർക്ക് ചെയ്ത് ഡൽഹിയിലും തിരുവനന്തപുരത്തും ഇരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇവർ ഈ വീഡിയോ ഗ്രാഫി ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസ് അയച്ചു കൊടുത്തിട്ട് അതിൽ പോയിന്റ് വാങ്ങി സമ്മാനം നേടുന്ന ഇവർക്ക് യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ഒരു ആത്മബന്ധം വെച്ച് പുലർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വലിയ തോടിന്റെ സ്ഥിതി, ചക്കങ്കണ്ടം, ലിജി എത്രയോ തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ വിഷയവും നമ്മുടെ ബയോ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം, ഞാൻ ഇന്നലെ നടന്ന ഒരു ചാനലിന്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ ക്യാമറയ്ക്കും ഈ മൈക്കിനും ഗന്ധം പിടിച്ചെടുത്ത്, അത് സുഗന്ധമാകട്ടെ ദുർഗന്ധമാകട്ടെ, ഗന്ധം പിടിച്ചെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നൊരു ടെക്നോളജി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ആ പ്രദേശത്ത് കൂടെ പോകുമ്പോൾ ഇപ്പോഴും മൂക്കുപൊത്തേണ്ട സ്ഥിതിയല്ലേ? അത് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞാൽ മാറ്റുണ്ട്. ഞാൻ പറയുന്നു 25 വർഷം കൊണ്ടുണ്ടാക്കേണ്ട മാറ്റം അതാണ്. ഇപ്പോഴും അവിടെ മാറ്റം എന്ന് പറയുമ്പോൾ ആ മാറ്റം കൊണ്ടുണ്ടാവുന്ന ദുരന്തം, ആ മാറ്റം കൊണ്ടുണ്ടാവുന്ന ദുരിതം ഇപ്പോഴും ആ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഒരു മഴ ചാറിയാൽ ആ ഭൂമിക്കടിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം ആ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളിൽ മലിനീകരിക്കപ്പെടുകയാണ്. ഒരാൾക്ക് പോലും അവിടെ കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല സുഹൃത്തെ. നിങ്ങൾ അവിടെ പോയി പരിശോധിക്കുക. ആ ഭാഗത്തുള്ള ആളുകൾ പരാതി പറഞ്ഞിട്ട് ഞങ്ങളുടെ പദയാത്രയിൽ ഞങ്ങൾ പോയി കണ്ട കിണറുകളുണ്ട്. ഇങ്ങനെ ഡീസൽ തളം കെട്ടി നിൽക്കണ പോലെയാണ് പല കിണറുകളിലും തളം കെട്ടി നിൽക്കുന്നത്. വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇനി കുടിവെള്ള വിതരണം 5000 പേർക്ക്, ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ലിജിയടക്കം വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. 5000 പേർക്ക് കരുവന്നൂർ കുടിവെള്ള പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിച്ചു എന്ന് നഗരസഭ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത്. അതിന്റെ പകർപ്പാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. ഒരു കാരണവശാലും അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് ഒഫീഷ്യലായിട്ട് 5000 പേർക്ക് കുടിവെള്ള കണക്ഷൻ കൊടുത്തു. ഞാനത് കൗൺസിലിൽ ചോദിച്ചു, ചെയർമാൻ അത് തിരുത്തി എന്തോ കുറെ കുത്തുകൾ ഇട്ടുണ്ട്, ബാക്കി വായിക്കണം എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒരു വലിയ എഴുത്തച്ഛനായി മാറി. 46 വീട്ടിലാണ് കേവലം കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. വെറും 46 വീട്ടില്, ഗുരുവായൂരിലെ 46 വീട്ടില് കുടിവെള്ള കണക്ഷൻ കൊടുത്താൽ ഗുരുവായൂരിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കപ്പെടുമോ? എനിക്കറിയില്ല. അങ്ങനെയാണ് ഇവര് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോന്നും എണ്ണി പറഞ്ഞാൽ വീട്ടുനികുതി പ്ലാൻ സബ്മിറ്റ് ചെയ്യാനുള്ള 1000 എന്നുള്ളത് 15,000, 20,000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അങ്ങനെ ഒട്ടനവധി. വീട്ടുനികുതിയൊക്കെ എത്ര ശതമാനം ഇവർ വർദ്ധിപ്പിച്ചത്? പ്രൊഫഷണൽ ടാക്സ് വർദ്ധിപ്പിച്ചു. ഇവരെല്ലാത്തിലും വർദ്ധിപ്പിക്കല്ലേ. ഇവർ വർദ്ധിപ്പിച്ചത് മാലിന്യ ശേഖരണം, ജൈവ മാലിന്യ ശേഖരണത്തിന് 200 രൂപയാണ് ഇവരിപ്പോൾ മാസം വാങ്ങുന്നത്. സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്ന 200 രൂപയാണ് വാങ്ങുന്നത്. ഇവരത് 350 രൂപയാക്കണം എന്നുകൊണ്ട് കൗൺസിലിൽ കൊണ്ടുവന്നു. ഞാനടക്കമുള്ളവർ എൻ്റെ നേതൃത്വത്തിൽ അതിന് വിയോജനക്കുറിപ്പ് കൊടുത്തു. സൗജന്യമാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. സൗജന്യമായി അത് ശേഖരിക്കണം. മാലിന്യം ശേഖരിക്കണം, ജൈവമാലിന്യം ശേഖരിക്കണം. അവരൊരു പൊടിക്ക് സമ്മതിച്ചില്ല. അവർ 350 ആക്കണം തന്നെ വാശി പിടിച്ച് നിന്നു. ഏറ്റവും അവസാനം പറഞ്ഞു, എന്നാൽ സംഖ്യ വർദ്ധിപ്പിക്കാതെങ്കിലും നിലവിലെ സംഖ്യയെങ്കിലും തുടരാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി UDFും കോൺഗ്രസും ആവശ്യപ്പെട്ടു. CPMന്റെ ചെയർമാനും CPIയുടെ വൈസ് ചെയർമാനും അടക്കമുള്ള ഇടതുപക്ഷ ഭരണാധികാരികൾ ഒരു മുഖവിലയ്ക്ക് പോലും എടുക്കാതെ അതിന് 300 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ സമസ്ത മേഖലയിലും എവിടെയാണ് വികസനം? ജനോപകാരപ്രദമായിട്ടുള്ള ഒരു വികസനം ഉണ്ടാവണ്ടേ? കാലാനുസൃതമായിട്ടുള്ള ഒരു വികസനം നടപ്പിലാക്കുമ്പോൾ, ജനങ്ങൾക്ക് വികസനമായി സമർപ്പിക്കുമ്പോൾ കാലാനുസൃതമായി അതിന് വികസന കാഴ്ചപ്പാടുണ്ടാവണം. സമയബന്ധിതമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ടാവണം. സമയബന്ധിതമായിട്ട് ഏത് പദ്ധതിയാണ് ഇവർക്ക് തീർപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്? നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഷീ ലോഡ്ജ്, ഞാൻ 2010-15 കാലഘട്ടത്തിൽ ജനപ്രതിനിധിയായിരിക്കുന്ന കാലത്ത് പ്രപ്പോസൽ വെച്ചിട്ടുള്ള സാധനമാണ്. അവിടെ പഴയ ടാറ് ഗോഡൗൺ ഉണ്ടായിരുന്ന സ്ഥലം ഗുരുവായൂർ മുനിസിപ്പാലിറ്റി PWD. അത് മാറ്റി ഞാൻ അവിടെ അംഗൻവാടിയാക്കി, വളരെ മനോഹരമായിട്ടുള്ള ഒരു അംഗൻവാടി ആക്കി മാറ്റിയതാണ്. അതാണ് ആ സ്ഥലമാണ് ഇപ്പോൾ വീണ്ടും ഷീ ലോഡ്ജ് എന്ന് പറയുന്നത്. എത്ര വർഷം നീണ്ടുപോയി.
ആ നീണ്ടുപോയത് കൊണ്ടുള്ള ഇവരുടെ കരാർ പ്രവർത്തനങ്ങൾ മുഴുവൻ അഴിമതിയാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ വളരെ ആർജവത്തോടു കൂടി പറയാണ്, ആധികാരികമായിട്ട് ഞാൻ പറയാണ്, ഇവരുടെ കരാർ നിയമനങ്ങൾ, ഇവരുടെ കരാർ നിർമ്മാണങ്ങൾ, ഇവരുടെ നിർമ്മാണ കരാറുകൾ മുഴുവൻ അഴിമതി കൂത്തരങ്ങാണ്. കാരണം ഒരു വർഷം കൊണ്ട് തീർക്കാം എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു പ്രവർത്തനം, ഒരു നിർമ്മാണ പ്രവർത്തനം, ആ നിർമ്മാണ പ്രവർത്തനം ഒരു വർഷം കൊണ്ട് തീർക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു വർഷം കൊണ്ട് തീരാതാകുമ്പോൾ വീണ്ടും അതിൻ്റെ എസ്റ്റിമേറ്റിലെ സംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് അതേ കമ്പനിക്ക് തന്നെ പുതുക്കണം. എത്ര അജണ്ടകൾ പാസ്സായി വന്നിട്ടുണ്ട്, എത്ര അജണ്ടകൾ ഞങ്ങൾ നിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, എത്ര അജണ്ടകൾ ഞങ്ങൾ തലനാരിഴ കീറി പരിശോധിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലിജി എല്ലാ കൗൺസിലിനും എത്തുന്ന ഒരു പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ്. ലിജി ഇതെല്ലാം കാണുന്ന ഒരാളാണ്, ലിജി ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളാണ്. യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതല്ലേ, കൂത്തരങ്ങാണ് അഴിമതിയത്. 46 വാർഡുകളിലാണ് ഇപ്പോൾ UDF മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ 40 വാർഡിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ UDF മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്നത് ഉത്തരം എത്ര വാർഡ് ജയിക്കുമെന്ന് ചോദിച്ചാൽ 46 വാർഡ് ജയിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ VD സതീശൻ ചോദിച്ചാൽ പറയാറുണ്ട് 140 വാർഡ് ജയിക്കുന്നതല്ല, മിനിമം 100 വാർഡ് ജയിക്കുന്നതാണ് പറയാറ്. അപ്പൊ അതുപോലെ ചോദിക്കുകയാണ്, എത്ര വാർഡുകൾ മിനിമം ഇത്തവണ UDF ജയിക്കും? UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ട ജനങ്ങൾ, ഞങ്ങൾ കേട്ട ജനാധിപത്യ വിശ്വാസികൾ ഗുരുവായൂർ നഗരസഭാ പ്രദേശത്ത്, അവരിൽ നിന്നും ഞങ്ങൾ പഠിച്ച, ഞങ്ങൾ മനസ്സിലാക്കിയ, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ചില വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളും അവരുടെ ചിന്തകളും വെച്ച് ഞങ്ങൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഗുരുവായൂർ നഗരസഭ ഒരു പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നതിനേക്കാൾ ഇന്ന് വരെ ഗുരുവായൂർ നഗരസഭയിൽ കാണാത്ത, ഇതുവരെ ഗുരുവായൂർ നഗരസഭയിൽ ഒരു കക്ഷിക്കും കിട്ടാത്ത അത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഗുരുവായൂരിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും, ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ സജീവമായി ഇന്ന് ഗുരുവായൂരിൻ്റെ തെരുവുകളിലേക്കും ജനങ്ങൾക്കിടയിലേക്കും ഇറങ്ങിയിട്ടുള്ളത്. അത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. ഇതാ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു വണ്ടി മുന്നിൽ കൂടെ പോകുന്നുണ്ട്, കണ്ടോളൂ. ഗുരുവായൂർ ദേവസ്വം ട്രാക്ടറാണ്. അത് എവിടേക്കാണ് പോകണമെന്ന് അറിയോ? തിരുത്തിക്കാട്ട് പറമ്പിലിക്കാണ്. മാലിന്യ സംസ്കരണത്തിന് 100% അവാർഡ് നേടിയ, താങ്കൾ നേരത്തെ പറഞ്ഞ അവാർഡ് മാലിന്യ സംസ്കരണത്തിലും കൂടി ഉണ്ട്. ആ അവാർഡ് വാങ്ങിയ ഗുരുവായൂർ നഗരസഭയുടെ ഹൃദയഭാഗത്താണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ മാലിന്യം കൊണ്ട് കുമിഞ്ഞുകൂടുന്നത്. അത് ജൈവ മാലിന്യം മാത്രമല്ല, പ്ലാസ്റ്റിക് അജൈവ മാലിന്യമുണ്ട്. അത് കൂടാതെ അവർ ചെയ്യുന്ന ശുദ്ധ തെമ്മാടിത്തരമുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഈ നഗരസഭയുടെ ഭരണാധികാരികളും കൂടി അവിടെയുള്ള അമ്പലനടക്കിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് റബ്ബർ ചെരുപ്പുകളും കൊണ്ട് അവിടെ ഇട്ടിട്ട് കത്തിക്കുകയാണ്. പട്ടുതുണി എന്ന് പറയുന്ന തനി പോളിസ്റ്റർ തുണികൾ അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കുകയാണ്. വേനൽക്കാലമായാൽ തീ പിടിക്കും, വർഷക്കാലമായാൽ മലിനജലം ഒഴുകും. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഇവർ വികസനം കാഴ്ചവെച്ച് കൊടുത്തതാണിത്. എത്രയോ തവണ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാനും നഗരസഭാ ചെയർമാനും എതിരെ പറഞ്ഞു. പിറ്റേ ദിവസമാണ് കേരളത്തിന്റെ മന്ത്രി MP രാജേഷ് ഗുരുവായൂർ നഗരസഭയ്ക്ക് അവാർഡ് കൊടുക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം? ഇവരുടെ ഈ കപടമുഖം ഗുരുവായൂരിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ പിച്ചി ചീന്തുക തന്നെ ചെയ്യും. എന്തായാലും ഇനി കൃത്യം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ന് 3-ാം തീയതിയാണ്, 13-ാം തീയതി ഉദയൻ പറഞ്ഞ കാര്യങ്ങളിലെ പൊരുളും അതിൻ്റെ യാഥാർത്ഥ്യവും എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ കൃത്യം 10 ദിവസമാണുള്ളത്. എന്തായാലും ഉദയന്റെ സ്വപ്നങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്വപ്നമല്ല, യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു.